സാധ്യതയുണ്ടോ? ഇതിപ്പോ കേരള സ്പെസിഫിക് ആയ ഒരു വിഷയമാണോ? കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ വളരെ രൂക്ഷമായി ഈ പ്രശ്നമുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇതിപ്പോ ഒരു അവസരം കിട്ടുമ്പോൾ പരമാവധി നമുക്കതിനെ ഒരു മൊബിലൈസേഷൻ അവസരമാക്കാം, ഇലക്ഷനൊക്കെ വരികയല്ലേ എന്നുള്ളതാണോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അത് അഭിലാഷ്, അത് 2-3 കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ അവസരത്തിൽ എനിക്ക് അവസരമില്ലാതിരുന്ന കാരണം സനോജ് 2 അവസരം പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ നിയമത്തെക്കുറിച്ച് പറയുന്നു. നിയമം കാലാന്തരമായി പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങൾക്ക് അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അത് ഇന്ത്യയുടെ മൊത്തമായ പരിതസ്ഥിതിയിലാണ് ഓരോ നിയമങ്ങളും ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ 1972 വന്യജീവി സംരക്ഷണ നിയമം അന്ന് ഏത് സാഹചര്യത്തിലാണ് അത് കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ ഈ രാജ്യത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അന്ന് ഏത് സാഹചര്യത്തിൽ ഇവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒരു ബാധ്യത അന്നത്തെ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അനുകൂലിച്ചു. ഈ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുകൂലിച്ച ഒരു നിയമത്തെക്കുറിച്ച് ഇന്ന് അതിനെ തള്ളി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം. ഇനി 2, അതിനെ കാലാനുസൃതമായി മാറ്റം വരുത്തണമെങ്കിൽ വരുത്തുകയും ചെയ്യാം. പക്ഷേ അടിയന്തരമായി ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കേന്ദ്രം നിയമം പരിഷ്കരിച്ചില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും MP അത് പറഞ്ഞില്ല എന്നുള്ളതല്ല അതിൻ്റെ കാര്യം. കാരണം എന്താ? ഇപ്പോൾ സനോജ് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കടുവയെ പിടിക്കുന്നതിനെ സംബന്ധിച്ച് കുറേ കാര്യം പറഞ്ഞു. അതിനകത്ത് എവിടെയെങ്കിലും കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ നാട്ടുകാരെ ഒരു അനൗൺസ്മെൻറ്റ് മുഖേന അറിയിക്കേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സനോജ്? അതല്ലേ വയനാട്ടിൽ എന്തുകൊണ്ടാണ് ഒരാൾ മരിച്ചതിന് ശേഷം വീണ്ടും 2 പേർ ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുവാനും പരിക്കേൽക്കുവാനും ഉണ്ടായ സാഹചര്യം? ഈ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആന അവിടെ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായ മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതിനി നിയമത്തിൻ്റെ പരിരക്ഷ വേണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും ഇടുതാപ്പ് വേണം, അല്ലെങ്കിൽ കോൺഗ്രസ് സമരം ചെയ്തു. ഇതൊക്കെ വല്ല ഞാനൊന്ന് പറയട്ടെ സനോജ്, താങ്കൾ ഇപ്പോൾ ഞങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ച വ്യക്തിയാണ്. ഞങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിച്ചു. എന്താണ്? ഇടയിൽ കയറി സംസാരിക്കരുത്, മര്യാദ പഠിപ്പിച്ചതാണ്. അപ്പം ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയ ആളല്ല. അപ്പം ഞാൻ പറയുമ്പോൾ താങ്കൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് താങ്കളുടെ മര്യാദയുടെ ഭാഗമാണ്, താങ്കൾ പഠിപ്പിച്ച മര്യാദയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ പൂർത്തീകരിക്കട്ടെ. അതായത് ഇപ്പം ഇവിടെ വാർണിംഗ് കൊടുത്തില്ല എന്ന് ആരാണ് പറഞ്ഞത്? കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒഫീഷ്യലി ലെറ്റർ പാഡിൽ ഇവർക്ക് കൊടുത്തിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ല എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മളോട് പറയല്ലേ. അപ്പോൾ പിന്നെ എവിടെ മുന്നറിയിപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്? വയനാട്ടിലെ വിഷയം നമുക്കറിയാം. പിന്നെ താങ്കൾ ഇവിടെ കുറേ നേരമായി കർണാടകയിലെയും തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞു. ഞാൻ ആദ്യമേ അത് പറഞ്ഞു. 1,91,000 സ്ക്വയർ കിലോമീറ്ററാണ് കർണാടകയുടെ വന അതിർത്തി അല്ലെങ്കിൽ വന ഏരിയ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ 1,38,000 പക്ഷെ കേരളത്തിലത് വെറും 38,000 മാത്രമാണ്. ഇത്രയും വലിയ വനാതിർത്തികളിൽ ഇത്രയും അധികം വന്യജീവികൾ പാർക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ ഇതേ നിയമങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ തമിഴ്നാട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. അതായത് ആന ഈ ചൂട് കാലാവസ്ഥയിൽ അല്ലെങ്കിൽ വന്യജീവികൾ ഈ ചൂട് കാലാവസ്ഥയിൽ വെള്ളം കുടിക്കാനാണ് പുറത്തേട്ട് വരുന്നത്. തമിഴ്നാട്ടിൽ ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവായ ഒരു കാര്യം, അവിടെ കാടിനുള്ളിൽ തന്നെ വലിയ ടാങ്കുകൾ പണിത് വെള്ളം അവിടെ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി. വലിയ രീതിയിലുള്ള ഭക്ഷണ സാമഗ്രികൾ, ഈ വന്യജീവികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാമഗ്രികൾ അവിടെ തന്നെ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. വെറും 10 കോടി രൂപ ചെലവ് തന്നെ. 80 കോടി രൂപയ്ക്ക് പടക്കം പൊട്ടിച്ചും ഇവിടെ മറ്റു പല രീതിയിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഈ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നവർ ഇതുപോലെ ക്രിയാത്മകമായി പല സംസ്ഥാനങ്ങളും ചെയ്ത പ്രവൃത്തിയെ കാണാത്തത് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്നിട്ട് സമരം ചെയ്യുന്നവർ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചൻ, ഫിലിപ്പച്ചൻ എത്രയോ പ്രാവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് ഈ നിലപാട് പറഞ്ഞത്. ഇപ്പോൾ അഭിലാഷിൻ്റെ എത്രയോ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും ഉണ്ടായ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെയും ശ്രീ അലക്സിൻ്റെയും നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ഈ നടത്തുന്ന സമരം മുഴുവൻ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതിലെ രാഷ്ട്രീയം എന്താണെന്നറിയോ സനോജ്? അതായത് കാട്ടാന കൊല്ലുമ്പോൾ ഇവിടെ പ്രശ്നമില്ല, പക്ഷേ മരപ്പട്ടി മുള്ളുമ്പോൾ ഇവിടുത്തെ പ്രശ്നമുണ്ട്. ആർക്കാ പ്രശ്നം? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രശ്നം. സ്വന്തം ഇസ്ത്രി ഇട്ട വസ്ത്രത്തിൽ മരപ്പട്ടി മുള്ളുമ്പോഴാണ് അദ്ദേഹത്തിന് പ്രശ്നം. അല്ലാതെ കാട്ടാന ചവിട്ടി സാധാരണക്കാരെ കൊല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ സനോജ് കുറേ നേരം ഇവിടെ പറഞ്ഞു എന്താണ്, നമുക്ക് കൂട്ടായ ആലോചന വേണം. ശരി അഭിലാഷേ, ഈ കൂട്ടായ ആലോചനയ്ക്ക് വേണ്ടി ഈ സർക്കാർ എടുത്ത ഒരു നടപടി പറയാമോ? ഈ ഫിലിപ്പച്ചനെയും ശ്രീ അലക്സിനെയും ഈ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനാ നേതാക്കന്മാരെയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു വിളിച്ച ഒരു മീറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞ് ഈ കൂട്ടായ ആലോചന ഇത്രയും വിഷയമുണ്ടായിട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആലോചന ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വനം മന്ത്രി ആ ഏരിയയിലിട്ട് പോലും കടന്നിട്ടില്ല. മുഖ്യമന്ത്രി വാക്കുകൊണ്ട് പോലും അനുശോചിച്ചിട്ടില്ല. വനമന്ത്രി സ്വന്തം വീട്ടിൽ അടയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചാർജുള്ള ഇടുക്കി വയനാട് ജില്ലയിലായിട്ട് എത്തി നോക്കിയിട്ടില്ല. അപ്പം നമ്മൾ പിന്നെ ഈ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കാര്യം പറയുമ്പോൾ അവിടെ നഷ്ടപരിഹാരമൊക്കെ ആദ്യത്തെ ആഴ്ച തന്നെ കുടുംബത്തിന് മുഴുവനായിട്ട് കൊടുക്കുക. അല്ലാതെ 50,000 ഇപ്പം തരാം,
ബാക്കി ഞങ്ങൾ ഗ്യാരണ്ടി തരാമെന്നുള്ള നിങ്ങളുടെ പാഴ് ഗ്യാരണ്ടികളല്ല അവിടെയുള്ള ആളുകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇതുപോലുള്ളൊരു മേഖലയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് കോതമംഗലത്തുണ്ടായ ഇപ്പൊ കുട്ടമ്പുഴ പോലുള്ള മേഖലയിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? ഇപ്പൊ ഞാൻ ഈ ബ്രസീൽ പ്രസിഡന്റിന്റെ ഒരു വിഖ്യാതമായ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. അദ്ദേഹം ആമസോൺ കാർഡുകൾ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് 8 വരി പാതയിലൂടെ സൂചിച്ച് നടക്കാം, നിങ്ങൾക്ക് വ്യവസായശാലകൾ പണിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഹൈസ്റ്റാർ സ്കൂളുകളിൽ പഠിപ്പിക്കാം, നിങ്ങൾക്ക് 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയി കിടക്കാം. പക്ഷേ അതിനൊക്കെ ഈ വനാതിർത്തിയിൽ കിടക്കുന്ന ഞങ്ങൾ അത് ബാധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അതൊക്കെ സഹിക്കണം, ഞങ്ങളുടെ മക്കൾ അപരിഷ്കൃതമായ ലോകത്ത് ഇന്നും ജീവിക്കണം എന്ന് പറയുന്നതിൽ എന്ത് ന്യായം എന്ന് ചോദിക്കുന്ന ആ ബ്രസീൽ പ്രസിഡന്റ് ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ അവിടെയുള്ള പ്രദേശത്തെ വിഷയം എന്താണെന്നറിയോ? ഇപ്പൊ സർക്കാരിന് 5 ലക്ഷം രൂപ കൊടുത്ത് അവർ ഇപ്പോൾ എൻ്റെ അവിടെയൊക്കെ 5 ഏക്കർ സ്ഥലത്തിൽ 5 ലക്ഷം രൂപ കൊടുക്കുന്നത്. ആ 5 ലക്ഷം രൂപ മേടിച്ച് ഇവർ ജീവനും കൊണ്ട് ഓടുകയാണ്. കാരണം എന്താ? ഇവർക്ക് സ്വൈര്യമായി അവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. സർക്കാർ സംവിധാനമോ സംരക്ഷണമോ കൊടുക്കുന്നില്ല. സമരം ചെയ്താൽ അപ്പോൾ തന്നെ രാഷ്ട്രീയം പറയുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഈ കേരളം ചർച്ച ചെയ്യുന്നത്.